ഹായ്, എല്ലാവർക്കും ലൈഫ് ടൈം ജെംസിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഇടാൻ പോകുന്നൊരു വീഡിയോ നമ്മളൊരു മൂകാംബിക ട്രിപ്പിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമ്മളാദ്യം ട്രെയിനിനാണ് പോകാമെന്നൊക്കെ വിചാരിച്ചത്. പിന്നെ അത് മാറ്റിയിട്ട് നമ്മളൊരു ട്രാവലർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്, ട്രാവലർ കാത്തിരിക്കുകയാണ്. നമ്മൾ കുട്ടികളൊക്കെ ഇതാ ഉറങ്ങിയിട്ടുണ്ട്. 8 മണിക്കാണ് ട്രാവലർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സൗകര്യം ട്രെയിനാണ്, യാത്രയ്ക്കൊക്കെ എങ്കിലും കൂടിയിട്ട് കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇടയ്ക്കൊന്ന് നിർത്തിയൊക്കെ പോകാൻ ട്രാവലർ അല്ലേന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ട്രാവലർ ബുക്ക് ചെയ്തത് കേട്ടോ, പെട്ടെന്ന് മാറ്റിയത്. അപ്പോൾ ട്രാവലർ ഇവിടെ വരാമെന്നാണ് പറഞ്ഞത്. നമ്മളെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് വരുന്നത്. അപ്പോൾ പിന്നെ എല്ലാം റെഡി ആയിട്ട് നമ്മൾ ഇതാ ഇറങ്ങുക, റോട്ടിലേക്ക് കുറച്ച് അങ്ങോട്ട് ഇറങ്ങി നിൽക്കണം. സ്വല്പം അവിടെ ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ലൈറ്റിലാകെ ഇരുട് പിടിച്ച് കിടക്കുകയാണ്. അമ്മയുണ്ട് നമ്മളെ കൂടെ. അപ്പോൾ ട്രെയിനൊക്കെ ആകുമ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് കയറാനും ഇറങ്ങാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ബുക്ക് ചെയ്തിട്ട് പിന്നെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തതാണ്. അപ്പോൾ ഇതാകുമ്പം സൗകര്യത്തിന് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നിർത്തി അങ്ങനെയൊക്കെ പോവാമല്ലോ. അപ്പം അമ്മേനെ മെല്ലെ കൈ പിടിച്ച് അങ്ങോട്ട് നടത്താം. കുറച്ചേ ഉള്ളൂ കേട്ടോ നടക്കാൻ. ഇങ്ങോട്ട് വരും, പക്ഷേ രാത്രി ആയതുകൊണ്ട് പുതിയ ആൾക്കാരാകുമ്പോൾ അവർക്ക് ഇങ്ങോട്ട് വളച്ചെടുക്കാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. കുട്ടികൾ പില്ലുവാണ് അടിപൊളിയായിട്ട്, അവന് ഉറക്കമില്ല ഒന്നുമില്ല. ചെറിയറ്റിങ്ങൾ രണ്ടാളും ഇങ്ങനെ കുറച്ചൊക്കെ ഉറങ്ങി അവരെ ഉറക്കമൊക്കെ കഴിഞ്ഞ്. ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ, ഫുഡൊക്കെ നമ്മൾ എടുത്ത് പിടിച്ചിട്ടുണ്ട്. കാരണം ഒരു 7 മണിയാകുമ്പോഴേക്ക് എത്തുമെന്ന് പറഞ്ഞതായിരുന്നു ട്രാവലർ. പിന്നെ അപ്പോൾ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞത്. അപ്പോൾ ട്രാവലർ വെയിറ്റ് ചെയ്യാണ് നമ്മൾ. ഞങ്ങൾ ഒരിക്കൽ പോയിരുന്നു കേട്ടോ മൂകാംബിക, കുറേ മുന്നേ. അതാ നമ്മളെ ട്രാവലർ വരുന്നുണ്ട്. അപ്പോൾ അത് ഈ പറയുന്ന പോലെ കുട്ടികൾക്ക് എഴുത്തിനിരുത്താനൊക്കെ കൂടി പോയതാണ്. വീട്ടിൽ നിന്ന് എല്ലാവരും തറവാട്ടിൽ നിന്നൊക്കെ കൂടി എല്ലാവരും കൂടി പോയതായിരുന്നു. അത് നമ്മളന്ന് ട്രെയിനിനാണ് പോയത്. എന്നിട്ട് അവിടെ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് വേറെ വണ്ടി വിളിച്ച് പോയത്. അപ്പോൾ എല്ലാവരും ട്രാവലറിൽ കയറി ഇരുന്നിട്ടുണ്ട്. നല്ല കുലുക്കുണ്ടാവോ? ഞങ്ങളെ വണ്ടി വന്ന് ഇതാ ഞങ്ങള് സ്റ്റാർട്ട് ചെയ്ത് യാത്ര. ഈ വഴിയിൽ നമുക്ക് ബേബീന്റെ അവിടെ നിന്ന് അനിയത്തിയൊക്കെ വരാനുണ്ട്. എല്ലാരും അവിടെ റെഡി ആയിട്ട് ഗ്ലാസ് ഓപ്പൺ ആയിക്കോളി വേണ്ടവരെ. അപ്പം അന്ന് ഇതേപോലെ ഞങ്ങൾ പോയ സമയത്ത് മോൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമാണ്. അപ്പോൾ അവൻ്റെ ഒരു എക്സാം, നീട്ടിയ എക്സാം ആ ദിവസമാണ് കൊണ്ടുപോയിട്ട് വെച്ചത്. അപ്പോൾ അവന് വരാൻ പറ്റിയില്ല. അപ്പം എനിക്ക് പോവാൻ ഇഷ്ടമല്ലായിരുന്നു. പിന്നെ എല്ലാവരും കൂടിയിട്ട് നിർബന്ധിച്ച് എന്താ പറയുക, 2 ടിക്കറ്റ് വെറുതെ ക്യാൻസൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞാനും പോയി. അപ്പോൾ അതൊരു വിഷമം ഉണ്ടായിരുന്നു. എപ്പോൾ വരുമ്പോഴും പോകണം എന്നായിരിക്കും, കഴിയാറേ ഇല്ല. അപ്പോൾ ഇത് ഞങ്ങൾ ആദ്യമേ പ്ലാൻ ചെയ്ത്. ഇങ്ങനെ നമ്മളിതാ അനിയത്തിൻ്റെ അവിടെ എത്തി. അവരൊക്കെ കയറുകയാണ്. അക്ഷ ഇവിടെ ഇരുന്നോട്ടെ, ഞങ്ങൾ രണ്ടാളും ഇവിടെ. ആ രാജേഷ് മാമ മുന്നിലല്ലേ? അതാ ഒരു കഴിച്ചെടുത്തോ? ഡിജിറ്റൽ ആയിരിക്കില്ലേ? ബാഗ് എവിടെ വെക്കുന്ന ഭക്ഷണത്തിന്റെയാ? ഒരൊക്കെ ബാക്കില, ഒരാള് എക്സ്ട്രാ ഉണ്ട്, ഒരാൾക്ക് സീറ്റ് ഇല്ല.
അല്ല അവർക്കൊക്കെ സീറ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പോകുന്ന വഴി നമ്മളൊരു ഒഴിവ് സ്ഥലം കണ്ടപ്പോൾ അവിടെ നിന്ന് വേഗം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ചപ്പാത്തി ആയിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ ചപ്പാത്തിയും കുറുമയൊക്കെ കൂടിയിട്ട് എല്ലാവരും കൂടി കഴിച്ച് കുറച്ച് ചോറ് എടുത്തിരുന്നു. ചപ്പാത്തി പറ്റാത്തവർക്ക് അപ്പോൾ എല്ലാവരും കൂടി നല്ല സുഖമായിട്ട് കഴിച്ചിട്ടോ. ഭക്ഷണം ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഭക്ഷണമൊക്കെ കഴിച്ച് രണ്ടാമത് യാത്ര തുടർന്നു. നല്ല ഡ്രൈവറുമായിരുന്നു നമുക്ക് കിട്ടിയത്. നല്ലൊരു കുട്ടിയായിരുന്നു. നല്ല ഡ്രൈവിങ്ങും വലിയൊരു ഹെവി ആയിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ആർക്കും. കുട്ടികളാണെങ്കിലും എല്ലാവരും നല്ല കുറച്ചെങ്കിലും നിക്കിമോനാണ് ഭയങ്കര വാശിയൊക്കെ പിടിച്ചു പോയത്. ബാക്കി എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. മോനും ചെറിയ അനിയത്തിയും കൂടി താഴെ എന്താ പറയുക ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് ട്രാവലറിൽ അധികം സ്ഥലം കുറവായിരിക്കുമല്ലോ, എന്നാലും അവരവിടെ കിടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങും. അങ്ങനെ ഏകദേശം നമ്മളിപ്പോൾ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഈ രണ്ട് സൈഡ് നിറയെ കാടായിരിക്കും. പോയവർക്കൊക്കെ അറിയാമല്ലോ അല്ലേ. അപ്പോൾ രാത്രി യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിക്കും പേടിയാവും നമുക്ക് രാത്രിയൊക്കെ ഇതിലേ പോകുമ്പോൾ. നമ്മളന്ന് രാത്രി വണ്ടി വിളിച്ചിട്ട് പോകുന്ന സമയത്ത് 2-3 വണ്ടി എങ്ങാനും വിളിച്ചിട്ടാണ് പോയത്. അപ്പോൾ പേടിയായിരുന്നു. ഒരു വണ്ടി കാണാതെ ആകുമ്പോഴേക്കും നമുക്ക് ടെൻഷനാവും. ഏതാണെന്നൊന്നും അറിയില്ലല്ലോ. ചുറ്റും കാടല്ലേ, രണ്ട് സൈഡും നിറയെ കാടാണ് ഇതേപോലെ. അപ്പോൾ ഈ പോകുന്ന വഴിയൊക്കെ അവർ നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്ഥലത്തിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പുലി ഇറങ്ങുന്ന സ്ഥലമാണെങ്കിലും മാൻ ഇറങ്ങുന്ന സ്ഥലമാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ ബോർഡുകൾ കാണാം നമുക്ക് പോകുന്ന വഴിയിലൊക്കെ. ഇതിപ്പോൾ നമ്മളവിടെ എത്തുമ്പോഴേക്കും വെളിച്ചം വെച്ചിട്ടുണ്ട്. 6:30-7 മണിയായിട്ടുണ്ട്. എല്ലാവരും ചെറുതായിട്ടൊക്കെ ഒന്ന് മയങ്ങിയൊക്കെ എണീറ്റ് അങ്ങനെ നമ്മൾ മൂകാംബികയുടെ കവാടം എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 3 റൂം ദേവസ്വത്തിൻ്റെ ഒരു ലോഡ്ജാണ് തോന്നുന്നു. എന്താ കറക്റ്റ് പേര് ഞാൻ പറഞ്ഞു തരാം. ഇടയ്ക്ക് കുറച്ച് ഒരു പെട്രോൾ പമ്പ് അങ്ങനെയൊക്കെ ഓരോ സ്ഥലത്തൊക്കെ കുറച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ. അതുകൊണ്ടാണ്, പിന്നെ കുട്ടികളുള്ളതുകൊണ്ടല്ലോ. അപ്പം മെല്ലെ സാവധാനം വന്നാൽ മതി എന്ന് പറഞ്ഞ് തിരക്ക് പിടിച്ച് വെറുതെ വരണ്ട. ഒന്നാമത് റോഡിൻ്റെയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഏകദേശം നമ്മളിപ്പോൾ അവിടെ എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ റൂമെന്ന് പറഞ്ഞാൽ അമ്പലത്തിൻ്റെ തൊട്ട് തന്നെയാണ്. അതിപ്പോൾ അമ്മയ്ക്കൊക്കെ ഇറങ്ങാനും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു അങ്ങനെ നോക്കിയിട്ട് എടുത്തതാണ്. അതാ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമുക്ക്. അവിടുന്ന് കീ തന്നാലേ ഇവിടെ തുറന്ന് തരുള്ളൂ. അതാ പില്ലുമോൻ്റെ മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ എപ്പോൾ പോവുകയാണെങ്കിലും ട്രോളി ബാഗ് ആണെങ്കിൽ അത് അവനുരുട്ടണം. അതിന് കൊടുത്തിട്ടില്ലെങ്കിൽ ഭയങ്കര കരച്ചിലുമായിരിക്കും. അങ്ങനെ നമ്മളെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നല്ല റൂം കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല റൂമാണ്. നമുക്കൊരു എന്താ പറയുക, പകലൊക്കെ അത് മതി.
രാത്രിയാണെങ്കിലും വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത റൂമാണ്. ചൂടുവെള്ളമുണ്ട്, പച്ചവെള്ളമുണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്. എല്ലാരും കൊള്ളുമോ? 500 രൂപ എന്തോ തോന്നുന്നു റെൻറ്റ് വരുന്നത്. അപ്പം അതിനിത് നല്ല റൂമാണ് ശരിക്കും പറയുകയാണെങ്കിൽ. നമ്മൾ ശരിക്കും നല്ല റെൻറ്റ് ഒരു 2000 ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ലിഫ്റ്റും ഉണ്ട് മുകളിലേക്ക്. രണ്ടാളും പില്ലൊക്കെ എനിക്കൊക്കെ ഭയങ്കര ഇതായിരുന്നു അവിടെ. പിന്നെ ഒരു റൂമിൻ്റെ 2 റൂമുള്ള സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് നോക്കിയാൽ നമുക്ക് ഇഷ്ടം പോലെ കുരങ്ങന്മാരുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവർ പ്രത്യേകം പറയുന്നുണ്ട് റൂമിൻ്റെ ഡോറൊന്നും തുറന്നിടരുത്, പിന്നെ എന്താ പറയുക വിൻഡോയും ഡോറും ഒക്കെ അടച്ചിടണം എന്നുള്ളത് ശ്രദ്ധിക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയാൽ നമുക്ക് കാണാം കുരങ്ങന്മാർ ഓടിക്കളിക്കുന്നത്. കണ്ട ഇതാണ് റൂം. കണ്ട നല്ല വലിയൊരു കട്ടിലുണ്ട്, കസേര, ചെറിയൊരു ടേബിള് ഒക്കെ ഉണ്ട്, ഡ്രസ്സിങ് ടേബിളൊക്കെ ഉണ്ട്. നല്ല വലിയ റൂമാണല്ലോ അല്ലേ. 500 രൂപയ്ക്ക് ഇത് നല്ലൊരു റൂമല്ലേ. കണ്ട ബാത്റൂമൊക്കെ നല്ല നീറ്റായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പകലത്തെ ഒരു ആവശ്യമില്ല. കണ്ട കുരങ്ങനെ കണ്ടില്ലേ. ആ ഭാഗം നിറയെ കുരങ്ങന്മാരാണ്. അപ്പോൾ ഒരുപാട് എന്താ പറയുക അങ്ങോട്ട് കയറിയിട്ടും ആൾക്കാരെ ഉപദ്രവിക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരവിടെ പ്രത്യേകം അത് എഴുതി വെച്ചിട്ടുള്ളത്. എത്ര എണ്ണാ ഓടുന്നത് കുരങ്ങന്മാർ. കുട്ടികൾക്കൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കി നിൽക്കായിരുന്നു മക്കളൊക്കെ. അങ്ങനെ നമ്മളെല്ലാവരും കുളിച്ചൊക്കെ മാറ്റി അമ്പലത്തിലേക്ക് പോവുകയാണ് തൊഴാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ സാരി എടുത്ത് വെക്കണം എന്നൊക്കെ വിചാരിച്ച് പിന്നെ എൻ്റെ അടുത്ത് നിന്ന് അത് വിട്ടുപോയി സാരി എടുക്കാൻ. എല്ലാവരും സാരി എടുത്തിരുന്നു. ചെറുതിന് ഭയങ്കര എന്താ പറയുക ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ യാത്ര ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇടയ്ക്കൊരു വാശി പിടിച്ചാലുള്ള ഒരു കരച്ചിൽ അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പറ്റിയാലും മോളെ എഴുത്തിനിരുത്തണം എന്നുണ്ട്, പറ്റുമോയെന്ന് അറിയില്ല. നിക്കിനും പില്ലുവിനും എന്തായാലും അങ്ങനെ. അപ്പോൾ എല്ലാവരും ഇനിയിപ്പോൾ അവിടെ ഉള്ളിൽ കയറിയാൽ ചിലപ്പം ലേറ്റ് ആവുമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം ഫുഡ് കഴിച്ചിട്ട് കയറാമെന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ കയറിയത്. കാരണം എല്ലാവരും ഷുഗറൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കാതെ ഉള്ളിൽ കയറിയിട്ട് ബുദ്ധിമുട്ടാവണ്ടല്ലോ. നമ്മൾ മസാല ദോശ, നെയ്റോസ്റ്റ്, പിന്നെ വട, പൂരി എല്ലാം എന്തൊക്കെയോ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ അതാ മസാല ദോശയാണ് വാങ്ങിയത്. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ ഉള്ളിലേക്ക് കയറുകയാണ്. ഇതിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ കേട്ടോ നമ്മളെ റൂം വരുന്നത്. അപ്പോൾ നല്ല സുഖമുള്ളൊരു റൂമാണിത്. ഇതിൽ തിരിയുന്നത് തന്നെ അമ്പലത്തിൻ്റെ മുന്നിലേക്കാണ്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ. അപ്പോൾ ഷീറ്റൊക്കെ ആക്കാൻ എവിടെയാണെന്നുള്ളതൊക്കെ ആകെ കൺഫ്യൂഷനായി. അവിടെ പോയ സ്ഥലത്തൊന്നുമില്ല, അടച്ചിട്ടിട്ടുണ്ട്, ആളെ കാണുന്നില്ല. പിന്നെ ചോദിച്ചപ്പോഴാണ് അപ്പുറത്താന്ന് പറഞ്ഞത്. അങ്ങനെ അവിടെ പോയി ഷീറ്റൊക്കെ ആക്കി നെയ്വിളക്ക്, ചോറൂണല്ല വിദ്യാരംഭത്തിൻ്റെ ഷീറ്റൊക്കെ ആക്കി. പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും കുങ്കുമാർച്ചന അങ്ങനെ പലതും. അങ്ങനെ ഇനി എഴുത്തിനിരുത്താനുള്ളത് അവിടെ പോയി നിൽക്കണം തോന്നുന്നു. കുറച്ച് തീരാള് ഒഴിയുന്നതിന് സരസ്വതി മണ്ഡപത്തിൽ നിന്ന് തന്നെയാണ്. പിന്നെ അമ്മയും പിന്നെ ഇവരൊക്കെ എന്താ പറയുക വെർച്വൽ ക്യൂ ഉണ്ടാവുമല്ലോ, അതിൽ കയറിയിട്ടോ. അമ്മയ്ക്കൊക്കെ പ്രായമായ ആൾക്കാരെ ക്യൂവിൽ കയറി, അവരൊക്കെ ആദ്യം കയറി. നമ്മളപ്പോഴേക്കും ഇവിടെ കുട്ടികളെ ഇരുത്താനിരിക്കുകയായിരുന്നു. അപ്പം മോൾക്ക് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഷീട്ടാക്കിയത് അവർ പൈസ തിരിച്ച് തന്നിട്ടോ. മോൾക്ക് 2.25 വയസ്സ് കഴിയണമെന്ന്.
അവളെന്നെ എന്തായാലും അടുത്ത കൊല്ലം കൊണ്ടുവന്നിട്ട് എഴുതിക്കണം. എനിക്ക് അപ്പോഴേക്കും ഉറങ്ങിപ്പോയി. അത്ര നേരം ഉണർന്നിരിക്കുന്ന ആളായിരുന്നു. പക്ഷെ അവൻ കണ്ടോ ഉറങ്ങി തൂങ്ങിപ്പോയി. കണ്ണ് പൂട്ടിയിട്ടായിരുന്നു എഴുതുന്നത്. ഞങ്ങൾ അന്ന് വന്നപ്പോൾ ഇതേപോലെ വലിയ ആൾക്കാർ, എൻ്റെ മോള് വരെ എഴുതിയിരുന്നു അവിടെ നിന്ന്. നമുക്ക് 2.5 വയസ്സ് കഴിഞ്ഞാൽ ഏത് പ്രായത്തിലുള്ളവർക്ക് അവിടെ ഇരുന്ന് എഴുതാം. 2.5 വയസ്സ് കഴിയണം, അത് മസ്റ്റാണ്. അവിടെ തന്നെ അത് കാണാലോ എന്ന് വെച്ച് കുറച്ചിരുന്നു. പക്ഷേ അപ്പോഴേക്ക് തിരക്ക് കൂടിയപ്പോൾ എല്ലാവരും പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു. മോള് വന്ന സമയത്ത് അവൾ സരസ്വതി മണ്ഡപത്തിലിരുന്ന് പാടുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്രാവശ്യം പാടണം എന്നൊക്കെ പറഞ്ഞ് വന്നതാണ്. പക്ഷെ അപ്പോഴേക്കും കോൾഡൊക്കെ ആയിട്ട് പറ്റാതെയായിപ്പോയി. അനിയത്തീൻ്റെ മോൻ പാടിയിരുന്നു കേട്ടോ. പക്ഷെ നല്ല തിരക്കാണ്, ഞായറാഴ്ചയല്ലേ, അതുകൊണ്ട് അങ്ങനെ നമുക്കെന്താണ് ഓപ്പൺ ഒരു ഇതായിട്ട് അവൻ ഒരു സൈഡിലിരുന്നിട്ട് മൂകാംബികാഷ്ടകം ചൊല്ലി. എല്ലാവരും കൂടി നല്ലൊരു എന്താ പറയുക, എവിടെയെങ്കിലും ഒന്ന് പോകണമെന്ന് ചോദിച്ചപ്പോൾ അത് ഇവനും മോനും പോവാത്തതല്ലേ മൂകാംബിക. അപ്പം അങ്ങനെയാണ് മൂകാംബിക ആക്കിയത്. കാരണം ഇനിയിപ്പോൾ അവർ 2 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. ഉറങ്ങി വീഴാണവൻ. നമ്മളെ അവളെന്നെ പറഞ്ഞ് അങ്ങനെ എഴുതുന്നുണ്ട്. മറ്റേയാൾ എവിടെയോ ആണ് നോക്കുന്നത്. എന്തായാലും മൂകാംബിക അമ്മേൻ്റെ മുന്നിൽ വന്ന് സരസ്വതി മണ്ഡപത്തിലിരുന്ന് എഴുതാൻ പറ്റി എന്നുള്ളത് ഏറ്റവും വലിയൊരു സന്തോഷമാണ്. കാരണം എന്തൊക്കെയോ ചെറിയ തടസ്സങ്ങളായിട്ടായിരുന്നു. ഭയങ്കര ടെൻഷനായിരുന്നു. അവിടെ എത്തുന്നത് വരെ ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്. ഇനി എന്താന്നുള്ളത്. മോൾക്ക് വയ്യാതെയായി. രാവിലെ ഉണ്ണി ഇവിടെ എത്തുന്നത് പുലർച്ചയ്ക്കാണ്. അത് കഴിഞ്ഞിട്ട് 15-ാം തീയതി പുലർച്ചയ്ക്ക് മോനെത്തി. അന്ന് തന്നെ വാവ ടൂറ് പോയിരുന്നു. പില്ലു അവനെ സ്കൂളിലാക്കി കൊടുത്ത് തിരിച്ച് വന്ന് എന്തൊക്കെയോ ഓട്ടവും പാച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 16-ാം തീയതി ആണല്ലോ നമ്മൾ പോകണമെന്ന് വിചാരിച്ച അന്നാണ് രാവിലെ മോൾക്ക് പെട്ടെന്ന് വയ്യാതെയായി. തലകറക്കമൊക്കെ വന്ന് ഓർമ്മയൊക്കെ ഇല്ലാതെയായി. ഞങ്ങൾ മിംസിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനൊരു യാത്ര ഉണ്ട് ഞങ്ങൾക്ക് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് 2 മണിക്കൂർ നോക്കാം നമുക്ക്. അപ്പോൾ ഷുഗറും പ്രഷറും ഒക്കെ ഭയങ്കര ലോ. അങ്ങനെ പിന്നെ മരുന്നൊക്കെ തന്ന അവർ ഡോക്ടറോടൊക്കെ ചോദിച്ചതിൻ്റെ ശേഷമാണ് പിന്നെ പോവാന്നുള്ളത് തീരുമാനിച്ചത്. അങ്ങനെ വെറും ഓരോ തടസ്സങ്ങളായിട്ട്. പക്ഷെ എന്തായാലും അമ്മ ഞങ്ങളവിടെ എത്തിച്ച്. ശരിക്കും പറയുന്നത് ശരി, നമ്മൾ ദൈവസ്ഥലത്തൊക്കെ എത്തണമെങ്കിൽ അതിനൊരു സമയമുണ്ട്. നമ്മളെത്ര എന്ത് വിചാരിച്ചിട്ടും കാര്യമില്ല. അവിടെ എത്തപ്പെടണമെങ്കിൽ അതിനൊരു സമയം തന്നെ വേണം. അന്ന് ഇതേപോലെ ഞങ്ങൾ വന്നപ്പോൾ ഉള്ളിലുള്ള പൂജാരിമാരിൽ ഒരാളെ ലോഡ്ജിലാണ് നിന്നത്. സൗപർണികൻ്റെ അങ്ങോട്ട് നമ്മൾ ഇപ്രാവശ്യം സൗപർണിക അങ്ങോട്ടൊന്നും പോയിട്ടില്ല. കാരണം അമ്മയ്ക്കൊന്നും വയ്യാത്തതുകൊണ്ട് അപ്പോൾ അവിടെ തന്നെയായിരുന്നു നിന്നത്. എന്നിട്ട് അവരെന്നെ നമ്മളെ അമ്പലത്തിൽ കൊണ്ടുപോയി പൂജകളും കാര്യങ്ങളും ഒക്കെ ചെയ്തു തന്നത്. ഇത് പിന്നെ അതിനൊന്നുമില്ല. നമ്മളവിടെ എത്തുമ്പോഴേക്ക് ലേറ്റായിപ്പോയി. ഇവിടെ നിന്ന് ആളെയൊക്കെ പറഞ്ഞു തന്നിരുന്നു. പക്ഷെ എത്തുമ്പോൾ ലേറ്റായതുകൊണ്ട്
ഒന്നും ചെയ്യാനൊന്നും അങ്ങനെ പറ്റിയിട്ടില്ല. ഞങ്ങൾ തന്നെ ഡയറക്റ്റ് കയറി തൊഴുത് പോകുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ നമുക്ക് ആ മുന്നിൽ തന്നെ എത്താനൊരു ഭാഗ്യം തന്നെയാണ് അല്ലേ. ഇപ്പോൾ ഇവിടെ എഴുത്തിനിത്തൽ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മോൻ ഉറങ്ങി വീഴുകയാണ്. എഴുത്തിനിരുത്തലൊക്കെ കഴിഞ്ഞാൽ അവിടുത്തെ പൂജാരി അവരുടെ നെറ്റിയിലൊക്കെ ചന്ദനക്കുരിയൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തന്നെ ചെയ്യണം. പക്ഷെ കരഞ്ഞ് കുഴുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പൂജാരി ഇരുത്തി എഴുതി കൊടുക്കുന്നുണ്ട്. നമ്മൾ ദക്ഷിണയൊക്കെ കൊടുത്ത് ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു ഒക്കെ എഴുതാൻ. ആദ്യം ഒത്തിരി കുറവായിരുന്നു. ഇപ്പം നമ്മളിരുന്ന ബാച്ചിൽ കുറേ ഉണ്ടായിരുന്നു. അതാണ് നമുക്ക് ശരിക്കും കാണാനൊന്നും പറ്റിയില്ല. ഞാൻ പിന്നെ ലളിതാ സഹസ്രനാമം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം അതും വായിക്കാൻ പറ്റി അതിൻ്റെ ഉള്ളിലിരുന്നിട്ട്. ഇനി അതൊക്കെ കഴിഞ്ഞ് നമ്മളിനി കളിയാക്കുക. ഉണ്ടോ, നല്ല ക്യൂ ആയിട്ടുണ്ട്. ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് ശരിക്കും മോനെ എഴുത്തിരിക്കുന്ന സമയത്ത് നിൽക്കുകയാണെങ്കിൽ ഉള്ളിലെത്തിയിരുന്നു. ഒരുപാട് കുറച്ച് സമയം വരി നിന്നിട്ടാണ് നമ്മൾ ഉള്ളിൽ കയറിയത്. അതിൻ്റെ ഇടയിൽ 2 പ്രാവശ്യം പൂജ വന്ന് പിന്നെന്താ രഥം വലിക്കുന്നത് അത് കണ്ടിട്ടോ. അതൊന്നും തൊടാൻ പറ്റിയില്ല, തൊടാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. കാരണം നമ്മൾ ഉള്ളിലല്ലേ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂലല്ലോ. നിൽക്കണം, തലേ ദിവസം അവിടെ എത്തണമായിരുന്നു. എന്നാൽ പിന്നെ കണ്ട രഥം വലിക്കുന്നത് കണ്ട, അതൊരു ഭാഗ്യം തന്നെയാണത്. വലിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒന്ന് തൊടാൻ പോലും പറ്റാതെ പോയി. അങ്ങനെ പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയിട്ട് അവിടെ അന്നദാനം ഉണ്ടായിരുന്നു. നല്ല കുറച്ച് എന്താ പറയുക, നേരം നിൽക്കേണ്ടിയും വന്ന് പിന്നെ കുറച്ച് സ്റ്റെപ്പ് കുറേ കയറാനൊക്കെ ഉണ്ട്. അപ്പോൾ പ്രായവർക്കൊക്കെ ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ പോയി കഴിച്ച് കുട്ടികളെയും കൊണ്ട് എല്ലാവരും പിന്നെ ഹോട്ടലിലും പോയി. എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് ഒരു 3 മണിയായപ്പോൾ മൂകാംബികയിൽ നിന്ന് തിരിച്ച് പോവാണ്. റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുകയാണ് നമ്മളപ്പോൾ. അത്ര സമയം നമ്മൾ ആ റൂം എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനുള്ള എല്ലാ സൗകര്യവും നമുക്ക് ആ റൂമിലുണ്ട് കേട്ടോ. മക്കളൊക്കെ ഭയങ്കര കളിയായിരുന്നു അവിടെ. ഇഷ്ടം പോലെ സ്ഥലം അവർക്ക് കളിക്കാനും ഉണ്ട്. ഒക്കെ കൂടി എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. അപ്പം ഇനി നമ്മൾ പോകുന്നത് മുരുടേശ്വറിലേക്കാണ്. അപ്പോൾ ഇവിടുത്തെ മൂകാംബികയിൽ ഒരുമാതിരി കാഴ്ചകളൊക്കെ കണ്ട്, പക്ഷേ സൗപർണികയിലൊന്നും നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. അമ്മയൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് അവർക്കൊക്കെ നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ ടൈമും ഇല്ല. അപ്പം മൂകാംബികയിലെ കാഴ്ചകൾ കഴിഞ്ഞ് ഇനി മുരുടേശ്വറിലെ കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.